ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ എന്നും നിങ്ങൾ കാണുന്നത് രാവിലത്തെ വിശേഷം അല്ലെങ്കിൽ ഉച്ചക്കത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതൽ വീഡിയോയിൽ കാണുന്നത്. അപ്പം ഇന്ന് ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഷോപ്പിൽ പോയപ്പോൾ കുറച്ച് ഇതുപോലെ ജെംസ് പിന്നെ അതേപോലെ വേറെ എന്തൊക്കെ ഐറ്റം വാങ്ങിച്ചു കൊടുന്നു. അപ്പോൾ അതും കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസൊക്കെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അതിനിടയിൽ നമ്മളിതുപോലെ എന്നും പറയാറുള്ള പോലെ തന്നെ ഇടയ്ക്കൊരു എണ്ണക്കടിയൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഷാനാക്ക് പഴംപൊരിയും അതേപോലെ മിന്നുവിന് ഉള്ളിവടയാണ് കേട്ടോ ഇഷ്ടം. ഇതുപോലെ മധുരമുള്ള ഐറ്റംസ് കൂടുതലും മിന്നു കഴിക്കാറില്ല, വല്ല എരിവോ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസേ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളെ തുടക്കുന്ന മോപ്പില്ലേ, മൈക്രോ ഫൈബർ മെറ്റീരിയൽ തുണി വെച്ചിട്ടുള്ള ആ മോപ്പ് കണ്ടപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ തുടച്ചിരുന്നു കേട്ടോ. അപ്പം എനിക്ക് നല്ല എളുപ്പം കഴിയുന്നുണ്ട്, നിലമൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആകുന്നത് പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഷോപ്പിൽ പോയപ്പം അങ്ങനെ ഒരു മോപ്പും അതേപോലെ ചൂല് നമ്മുടെ ഇങ്ങനെ അടിച്ചടിച്ചിങ്ങനെ ചെറുതാവില്ലേ, തുമ്പൊക്കെ ഇങ്ങനെ ചെറുതാവില്ലേ, അതേപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചൂലും അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പൊടി ഇങ്ങനെ കൊഴിയുന്നുണ്ടോ നോക്കിയതാണ് കേട്ടോ. ഇത് വല്ലാതെ അങ്ങനെ പൊടിയൊന്നും കൊഴിയുന്നില്ല. അപ്പോൾ നോക്കി വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന അതേ ചൂല് തന്നെയാണ് കേട്ടോ, സെയിം സാധനം തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് നല്ല ചൂലാണ് കേട്ടോ, അടിച്ചു വരാനൊക്കെ ആയിട്ട് വേഗം പൊടിയും കാര്യങ്ങളും ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ മോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യത്തിൽ ഇവിടെ ഒരു മോപ്പ് ഉണ്ട് കേട്ടോ, നമ്മളെ സ്പിന്നറൊക്കെ വരുന്നത്. അതും അത്യാവശ്യം നമ്മൾ കൈവച്ച് പിഴിയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതും എളുപ്പം തന്നെയാണ് തുടക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു പൂതി, അപ്പോൾ അത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് തുണി ഇത്തിരി കുറവായ പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇത്തിരി അധികം തിക്കൊന്നുമില്ലാതെ തോന്നി. എന്തായാലും നമുക്കിത് തുടച്ച് നോക്കിയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെയാണ് കേട്ടോ. മറ്റേ നമ്മൾ സാധാ തുടപ്പൊക്കെ വാങ്ങുമ്പോൾ വലിയൊരു സുഖം ഉണ്ടാവില്ല, ഒരു വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. ഇത് അങ്ങനെയൊന്നുമല്ല, സ്റ്റിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ വേഗം എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് സാധനമാണെങ്കിലും എനിക്കിതുപോലെ പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസാക്കാനായിട്ട് ഭയങ്കര ധൃതിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ മനസ്സിൽ കണ്ടിട്ടാണ് ഇങ്ങനെ നടന്നിരുന്നത്. വൈകുന്നേരം വാങ്ങിച്ച് അപ്പോൾ തുടക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ളൊരു മോപ്പ് പറഞ്ഞാൽ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ബാഡായിട്ട് എനിക്ക് തോന്നിയത്. മറ്റേ സ്പിന്നർ മോപ്പാണെങ്കിൽ നമുക്ക് കൈവച്ച് പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ സ്പിന്നർ ഉപയോഗിച്ചിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ട് തുടച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ തുണി കുറച്ചാണെന്ന് പറഞ്ഞില്ലേ, അത് തുടച്ചപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലായത്. നമുക്കിതുപോലെ ബക്കറ്റിലൊക്കെ വെച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ ഒതുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ തിക്നെസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ നൂല് പോലത്തെ മോപ്പിൻ്റെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിൽ ഒരു പുതുക്കൊക്കെ മാറുന്നവരെ കയ്യിലിങ്ങനെ വെച്ച് പിഴിയാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ തിക്നെസ് കൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലങ്ങളൊന്നും നമുക്ക് ഈ ഒരു തുണിയിൽ വരുന്നില്ല. പിന്നെ ഇതിന് നൂല് പോയിട്ട് അങ്ങനെ കുറഞ്ഞു വരിക അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് എക്കാലത്തും ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഒരു മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഈ ഒരു തുണി മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. ക്ലിപ്പ് ഓൾറെഡി നമ്മളിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ തുണി മാത്രം വാങ്ങാനായിട്ട് കിട്ടും. ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ, ഞാൻ നോക്കി. അപ്പോൾ ഇത്തിരി ബൾക്കായിട്ടൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ലാഭമുണ്ട് കേട്ടോ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും. അപ്പോൾ ഈ മൈക്രോ ഫൈബർ മെറ്റീരിയലായ കാരണം നമ്മൾ കിച്ചണിലായാലും എവിടെയാണെങ്കിലും യൂസ് ആക്കുമ്പോൾ വണ്ടി കഴുകുമ്പോഴും ഒക്കെ യൂസ് ആക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീനായിട്ട് തോന്നും. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് സ്പിന്നർ മോപ്പിനെ നമ്മൾ ഉപേക്ഷിക്കൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് അതിലിങ്ങനെ വെള്ളം നിറച്ചിട്ട് ആ മോപ്പ് അവിടെ എപ്പോഴും സെറ്റാക്കി വെക്കുമ്പോൾ നമുക്ക് വേഗം എന്തെങ്കിലും ഒരു കറയോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേഗം തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണക്കടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ചൂടിന് നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്ത് വന്നിരിക്കുമ്പോൾ നന്നായിട്ട് വിയർക്കും കേട്ടോ. ഒരു സംഭവം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മിന്നും ഷാനയും ഒക്കെ ഷാന TV കാണുകയാണ് കേട്ടോ. അപ്പോൾ മിന്നുവിന് ഇതുപോലെ ഉള്ളിവടയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കും ഷാനാക്കും പഴംപൊരിയാണ് ഇഷ്ടം. എന്നാൽ ഷാന തീരെ ഉള്ളിവട കഴിക്കില്ല, ഞാൻ പിന്നെയും കഴിക്കും കേട്ടോ. അപ്പോൾ മിന്നുവിന് ആദ്യമൊക്കെ ഇങ്ങനെ കൊടുത്ത് നമ്മളിങ്ങനെ
കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ വായിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ആളെന്നെ ഒറ്റയ്ക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ ആൾ സമ്മതിക്കുന്നില്ല. പിന്നെ അതൊക്കെ കഴിച്ചും കൊണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കും. സത്യം പറഞ്ഞാൽ വൈകുന്നേരം വലിയ പണികളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പണി വരികയാണെങ്കിൽ കറി വയ്ക്കാൻ ഉച്ചയ്ക്ക് നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് കറിയില്ല, അങ്ങനെ വല്ലത് വരുമ്പോൾ മാത്രം ഒരു പണി വരുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചോറ് തികയായി വരുമ്പോഴും, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു വർക്ക് വരുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നനയ്ക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ വെയിൽ കാരണം തന്നെ 2 നേരം നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിലില്ലാതിരുന്ന സമയത്ത് കുറച്ചിങ്ങനെ വെയിൽ കൊണ്ട് വാടിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം 2 നേരം തന്നെ നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ വാടിയതൊക്കെ ഒന്ന് ഓക്കെ ആവുന്നവരെ കേട്ടോ. അപ്പോൾ ഷാന വന്നിട്ട് പറയും പ്ലാന്റ് എൻ്റെ ഹൈറ്റിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ അവൾ വന്നിട്ട് ഇങ്ങനെ നോക്കണം. അപ്പോൾ അവൾ പറയണം എൻ്റെ ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക് നേരിട്ടിട്ട് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. വീട്ടിൽ സത്യം പറഞ്ഞാൽ നൈബറിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടായതാണ്. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കൊടുന്നിട്ടാണ് പിന്നെ ഇവിടെ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഒരു എൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു ബുഷ് ടൈപ്പ് പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ നീളം വെച്ച് അങ്ങനെ പോവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഇതുപോലെ വീണ്ടും ഇങ്ങനെ ചില്ലകളായിട്ട് ഇങ്ങനെ വരും കേട്ടോ. കാരണം ഇങ്ങനെ പടർന്ന് ഇങ്ങനെ തിക്നെസ്സോട് കൂടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ആ നിൽക്കുന്ന ഭാഗത്തൊക്കെ സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റിലും തിക്നെസ്സിലും വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ശക്തമായൊരു മഴയൊക്കെ പെയ്താൽ ഒക്കെ താഴേക്ക് ഒടിഞ്ഞു വീഴും കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് മതിലിലേക്ക് 2 ആണിയൊക്കെ അടിച്ച് ഒന്ന് കയറിട്ടിട്ട് ഒന്ന് എന്താ പറയുക ടൈറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അത്രയും സാധനം നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ സൈഡിൽ ചെറുതായിട്ട് വെച്ച് കൊടുത്തതും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബെഡിൽ ഞാൻ ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ട് വേഗം കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മടക്കി അപ്പം തന്നെ എടുത്തു വെക്കാനായിരുന്നു. പിന്നെന്തോ അങ്ങനെ സമയം പോയി നൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു മൂലയിൽ ഒരു പെട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ട്രോളി ബാഗ് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലോട്ട് അങ്ങനെ കിടക്കാനായപ്പം അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസം പിന്നെ എടുത്ത് മടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എന്നത്തെയും പോലെ തന്നെ ഒരു മടിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഈ റൂമിൽ കൊടുന്ന് മടക്കൽ ഇതാദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ കിച്ചണിൽ തന്നെ ആ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് മടക്കി എടുത്ത് വെക്കാറാണ്. കാരണം നമ്മൾ എത്ര അലക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ പുറത്ത് വിരിച്ചിടുമ്പോഴായാലും അതിലെന്തായാലും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിവിടെ നമ്മളിവിടെ റൂമിൽ കൊടുന്നിട്ടിങ്ങനെ മടക്കി വെക്കുമ്പോൾ ആ പൊടിയും കാര്യങ്ങളൊക്കെ റൂമിലോട്ടാവുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലും മാക്സിമം നമ്മുടെ കിച്ചണിന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മടക്കാറ്. റൂമിലോട്ട് എടുത്തു കൊണ്ടുവരാറില്ല. പിന്നെ ഇങ്ങനെ ഈ റോൾ ചെയ്ത് വെക്കണ കാരണം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ ഇടേണ്ട ഡ്രസ്സുകൾ ഇങ്ങനെ വലിച്ചെടുക്കുക, പുതിയത് നമ്മൾ അലക്കിയത് ഇങ്ങനെ മുകളിൽ വെക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഇടാത്ത ഡ്രസ്സുകൾ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വരും കേട്ടോ. പിന്നെ മിന്നുവിൻ്റെ മടക്കി വെക്കാൻ സുഖമാണ്. 2 ബാസ്ക്കറ്റിൽ ഒന്നിൽ പാൻറ്റീസും പിന്നെ ഒന്നിൽ അവളുടെ ഉടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുകയാണ് കേട്ടോ. പിന്നെ പുതിയതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കട്ടിലെ സൈഡിൽ തന്നെ ഒരു ട്രോളി ബാഗ് ഉണ്ട്, അതിലോട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 2 റൂമിലായാലും ഇത്തിരി വൃത്തികേട് കാണുന്നത്. നമ്മളെ ഈ ഒരു കബോർഡിന് ഡോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തായാലും വെക്കണം. കാരണം ആ ഒരു റൂമിൻ്റെ ഒരു ഭംഗി തന്നെ ഇല്ലാത്ത പോലെയാണ്. ആ കബോർഡ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുമ്പോൾ പിന്നെ എല്ലായിടത്തും പൊടിയും കാര്യങ്ങളും കയറുമല്ലോ. അപ്പോൾ ഒരു ഡോറുണ്ടെങ്കിൽ അതിനൊരു എന്താ പറയുക ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മിന്നുവിൻ്റെ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ തരംതിരിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വേറൊരു ബാഗ് ഞാനിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ എടുത്തിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലിരുന്നിരുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ മടക്കി വെക്കുന്നത്. അപ്പോൾ ഈ മടക്കുന്നതൊക്കെ മിന്നുവിൻ്റെ നമ്മുടെ പെരുന്നാളിനടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ അന്ന് ഇട്ടിട്ട് പിന്നെ ഇടാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെയല്ലേ ഇടാറുള്ളൂ. പിന്നെ ഈ ഒരു ടോപ്പ് മിന്നുവിൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. അതിൻ്റെ മെടി വരുന്നത് ഇറക്കം കുറഞ്ഞിട്ടും ടോപ്പ് ഇത്തിരി എന്താ പറയുക സൈസ് കൂടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പുതിയ ഡ്രസ്സുകളൊന്നും എടുത്തു വെച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ സൈസൊക്കെ പെട്ടെന്നാണ് കേട്ടോ മാറുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ വീട്ടിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ യൂസാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിന്നുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതായൊരു
കബോർഡിൻ്റെ ഉള്ളിൽ, ട്രോളി ബാഗിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. സിബും കാര്യങ്ങളൊന്നുമില്ല, ഒരു കേടുവന്ന ട്രോളിയാണ് കേട്ടോ. പിന്നെ അതിനുള്ളിൽ വെക്കുമ്പോൾ പൊടിയും കാര്യങ്ങളും അടിക്കാതെ നീറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഷാനാൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷാനാൻ്റെ കുറേ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മളിതുപോലെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഷാനാക്ക് ബർത്ത്ഡേക്ക് എന്തോ എടുത്താണ് കേട്ടോ. മിന്നു ഉണ്ടായിട്ട് ആദ്യമായിട്ടുള്ളൊരു പെരുന്നാളിന് കേട്ടോ. മിന്നു ഉണ്ടായ ആദ്യത്തെ പെരുന്നാളിനെടുത്ത ഡ്രസ്സായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഷാന പെട്ടെന്ന് ഹൈറ്റ് വെക്കുന്ന കാരണം തന്നെ ഇതൊന്നും ഒരുപാടധികം യൂസ് ആക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് വീട്ടിൽ നിന്ന് എടുത്ത ഒരു ടോപ്പായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ തോന്നിയില്ല, അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആർക്കെങ്കിലും യൂസ് ആവണവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ വേഗം ഇങ്ങനെ എടുത്ത് തരം തിരിച്ച് വെക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വർഷത്തിൽ ഒരു 2 മാസം മാത്രമാണ് കേട്ടോ അവർ ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഹരിതകർമ്മസേന. അപ്പോൾ നമുക്കിത് ഒരുപാട് വീട്ടിലിങ്ങനെ അടിഞ്ഞു കൂടും കേട്ടോ. അപ്പോഴേക്കിനും വേഗം ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം ഈ ഒരു മാസം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തേക്ക് ഡ്രസ്സ് കാര്യങ്ങളൊന്നും അവരെടുക്കില്ല കേട്ടോ. അപ്പോൾ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന അത്രയും ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നല്ലതൊക്കെ അങ്ങനെ എടുത്തു പോകുന്നതാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാം വേസ്റ്റിലേക്ക് അവർ ഇടില്ല എന്ന് വിചാരിക്കണു. കാരണം ഇതിൽ കൊടുക്കുന്നതിൽ തന്നെ നല്ല നല്ല ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ നമുക്കറിയില്ല. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ ഇതുപോലെ തയ്ക്കാനുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ മിന്നൂന് ഷാനാൻ്റെ ഒഴിവാക്കിയ കുറച്ച് ടീഷർട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിതിൽ വെക്കുന്നത്. അപ്പം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ ഒരു മെറ്റീരിയൽ നമ്മുടെ മാക്സിയുടെ 3 മീറ്റർ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെ ഫ്രോക്കോ ടോപ്പോ ഒക്കെ തയ്ച്ച് വെക്കാനായിട്ട് ഞാനൊരു 10 എണ്ണം അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ബാക്കിയൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ 2 എണ്ണം അങ്ങനെ പെൻഡിങ് കിടക്കും. പിന്നെ ഇതും ഷാനാൻ്റെ ഒരു പെറ്റിക്കോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മിന്നുവിന് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചൂടുകാലം കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഇതാ നൈറ്റ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഷാനിനോട് മുടിയൊക്കെ ഒന്ന് മുടഞ്ഞിടാൻ പറഞ്ഞപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചൂടും കാര്യങ്ങളായതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമുക്ക് അകത്തിരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പുറത്ത് ഇതുപോലെയൊക്കെ ഇരിക്കുക. അതേപോലെ ഇതാ മിന്നു ഇറങ്ങിയും കയറിയിട്ടൊക്കെ കളിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉള്ളിലോട്ട് കയറിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.